ഗ്രാമർ ക്വസ്റ്റ്യൻസിൽ തന്നെ ഏറ്റവും കൂടുതൽ മാർക്കിന് നമ്മളോട് ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഡയലോഗ് കംപ്ലീഷൻ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. 5 മാർക്കിനാണ് ഇത് നമ്മളോട് ചോദിക്കാറുള്ളത്. ഇതിൽ തന്നെ ഒരുപാട് ഗ്രാമർ ടോപ്പിക്കുകൾ ഉള്ളത് കൊണ്ടാണ് ഇത്രയും മാർക്കിന് നമ്മളോട് ഇത് ചോദിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിനെ കുറിച്ചിട്ട് വിശദമായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരെങ്കിലും ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആദ്യം ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോയിലേക്ക് തിരിച്ചു വരിക. ഇത് ആ വീഡിയോയുടെ തന്നെ കണ്ടിന്യൂഷൻ ആണ്. ക്വസ്റ്റ്യൻ ടാഗ് ആണ് ആദ്യം നമ്മൾ ഈ ഡയലോഗ് കംപ്ലീഷൻ ക്വസ്റ്റ്യനിൽ കാണാൻ പോകുന്നത്. രണ്ടാമത്തത് എന്താണെന്നുള്ളത് ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് വായിച്ചു നോക്കാം. ഇവിടെ ഒരു ടീച്ചറും സ്റ്റുഡന്റും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ് നമുക്ക് ഫില്ല് ചെയ്യാൻ തന്നിരിക്കുന്നത്. യു ഹാവൻ സബ്മിറ്റഡ് യുവർ ഹോംവർക്ക്, ഹാവ് യു എന്നുള്ളതാണ് നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ ടാഗ് ആയിട്ട് ഫില്ല് ചെയ്തത്. നോ സർ, ഞാനത് കൊണ്ടുവന്നിട്ടില്ല എന്നിവിടെ പറയുന്നു. പിന്നീട് അതിന്റെ തൊട്ട് താഴെ നമ്മൾ കാണുന്നത് ഒരു ലോങ് ഡാഷും ഒരു ക്വസ്റ്റ്യൻ മാർക്കുമാണ്. ഇവിടെ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഇവിടെ ഫില്ല് ചെയ്യേണ്ടത്. പക്ഷെ നമുക്കറിയാം 2 ടൈപ്പ് ചോദ്യങ്ങളുണ്ട്. യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, WH ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിൽ ഏതാണെന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയും? അതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ തൊട്ട് താഴെ അതിന്റെ റിപ്ലൈയിൽ ഒന്നെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ എന്ന് കാണാൻ പറ്റും. അപ്പോൾ ഒരു ചോദ്യത്തിന്റെ താഴെ സ്റ്റുഡന്റ് റിപ്ലൈ പറയുന്നുണ്ട്, യെസ് സർ ഐ ബ്രോട്ട് ഇറ്റ് ടുഡേ, ഞാനത് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദ്യം എന്ന് പറയുന്നത് നീ അത് കൊണ്ടുവന്നിട്ടുണ്ടോ എന്നുള്ളതായിരിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം യെസ് ഓർ നോ ക്വസ്റ്റ്യന്റെ ഒരു ഫോർമാറ്റിൽ നമ്മൾ എങ്ങനെ ഫില്ല് ചെയ്യുമെന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ ഒരു സ്ട്രക്ചറാണ്. ഇത് നമ്മൾ ഫില്ല് ചെയ്യേണ്ട സമയത്ത് ആദ്യം കൊടുക്കേണ്ടത് ഓക്സിലറി വെർബ് ആണ്. അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ്, പിന്നെ വെർബ്. ഒരു എക്സാമ്പിൾ നോക്കിക്കോ. ആർ യു ഫീലിംഗ് ഓക്കെ എന്ന് പറയുന്നിടത്ത് ആർ എന്ന് പറയുന്നത് ഇവിടുത്തെ ഓക്സിലറി വെർബ് ആണ്, യു എന്ന് പറയുന്നത് ഇവിടുത്തെ സബ്ജക്റ്റ് ആണ്, ഫീലിംഗ് എന്ന് പറയുന്നത് ഇവിടുത്തെ വെർബ് ആണ്. വേറൊരു എക്സാമ്പിൾ നോക്കാം. ഡു യു ലൈക്ക് ഐസ്ക്രീം എന്ന് പറയുന്നിടത്ത് ഡു എന്ന് പറയുന്നത് ഓക്സിലറി വെർബ് ആണ്, യു എന്ന് പറയുന്നത് ഇവിടുത്തെ സബ്ജക്റ്റ് ആണ്, ലൈക്ക് ഇഷ്ടപ്പെടുക എന്ന് പറയുന്നതാണ് ഇവിടുത്തെ വെർബ് എന്ന് പറയുന്നത്. സോ ഇതേ ഒരു ഓർഡറിലായിരിക്കണം, ഇതേ ഒരു സ്ട്രക്ചറിലായിരിക്കണം നിങ്ങൾ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക് പോകും. അപ്പം നമുക്ക് ഇതിന്റെ റിപ്ലൈ തന്നെ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയെടുക്കാം. യെസ് ഐ ബ്രോട്ട് ഇറ്റ് ടുഡേ എന്ന് പറയുന്നിടത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു ഓക്സിലറി വെർബ് കാണുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതിന്റെ വെർബ് എടുക്കുക. വെർബ് നോക്കുന്ന സമയത്ത് ഇവിടെ ബ്രോട്ട് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ബ്രോട്ട് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ബ്രോട്ട് എന്ന് പറയുന്നതിനെ നമുക്ക് പിരിച്ചെഴുതി കഴിഞ്ഞാൽ അത് എങ്ങനെയിരിക്കും? ഡിഡ് പ്ലസ് ബ്രിങ് എന്നായിരിക്കും. ഡിഡ് പ്ലസ് ബ്രിങ് എന്നായിരിക്കും. സോ ഇവിടെ 2 കാര്യങ്ങൾ നമുക്ക് കിട്ടി. ഒന്ന് ഓക്സിലറി വെർബ് കിട്ടി. ഡിഡ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഓക്സിലറി വെർബ് എന്ന് പറയുന്നത്. ഇനി ഇവിടുത്തെ വെർബ് എന്ന് പറയുന്നത് ബ്രിങ് ചെയ്യുക അല്ലെങ്കിൽ ബ്രിങ് കൊണ്ടുവരിക എന്ന അർത്ഥത്തിൽ ബ്രിങ് ആണ് ഇവിടുത്തെ വെർബ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇതിനെ എങ്ങനെ ഫില്ല് ചെയ്യാം? ഈ ഐ എന്ന് പറയുന്നത് മുകളിലേക്ക് നീ എന്നുള്ള അർത്ഥത്തിൽ യു എന്നായിട്ട് മാറും. അപ്പം നമുക്ക് ആദ്യം ഓക്സിലറി വെർബ് ആണ് വേണ്ടത്. സോ ഡിഡ്. പിന്നെ വേണ്ടത് നമുക്ക് സബ്ജക്റ്റ് ആണ് വേണ്ടത് രണ്ടാമതായിട്ട്. സോ ഡിഡ് യു. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് വെർബാണ് മൂന്നാമതായിട്ട്. കണ്ടോ, മൂന്നാമതായിട്ട് വെർബാണ് വേണ്ടത്. ഡിഡ് യു ബ്രിങ് ഇറ്റ് എന്നാണ് ഇവിടെ പറയുന്നത്. സോ നമുക്ക് ഇറ്റ് തന്നെ കൊടുക്കാം. ഡിഡ് യു ബ്രിങ് ഇറ്റ് ടുഡേ എന്നുള്ളതായിട്ട് മാറും നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ എല്ലായ്പ്പോഴും നിങ്ങൾ താഴെ റിപ്ലൈയിലേക്ക് നോക്കുക. റിപ്ലൈയിൽ ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് തന്നെ തുടങ്ങാം. ഇനി അതല്ല, നിങ്ങൾക്ക് അവിടെ ഒരു ഓക്സിലറി വെർബും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അതിലുള്ള വെർബിനെ നിങ്ങൾ പിരിച്ചെഴുതിയാൽ തന്നെ മതിയാവും. ഓക്കെ, ഇനി ഇവിടെ ബ്രിങ് എന്ന് മാത്രം ഉള്ളായിരുന്നെങ്കിലോ? ബ്രിങ് എന്ന് പറയുന്നതിനെ നമ്മൾ പിരിച്ചെഴുതുകയാണെങ്കിൽ അതെങ്ങനെയായിരിക്കും? ഡു പ്ലസ് ബ്രിങ് എന്നായിരിക്കും. ഡു പ്ലസ് ബ്രിങ് എന്ന് തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ ബ്രിങ്സ് എന്ന് പറയുകയാണെങ്കിൽ ഡസ് പ്ലസ് ബ്രിങ് എന്നായിരിക്കും. അപ്പോൾ ഇങ്ങനെ പിരിച്ചെഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കി. ഇനി ഇതുപോലെ തന്നെ താഴെ മറ്റൊരു ക്വസ്റ്റ്യനും കൂടെ നിങ്ങൾക്ക് കാണാം. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ പ്രത്യേകിച്ച് ഒരു യെസ് എന്നോ നോ എന്നോ റിപ്ലൈയിൽ കാണാനുമില്ല. ഇങ്ങനത്തെ ചോദ്യങ്ങൾ, ഇങ്ങനത്തെ ഒരു ലോങ് ഡാഷും ക്വസ്റ്റ്യൻ മാർക്കും കാണുന്ന സമയത്ത് നമുക്ക് ഉറപ്പിക്കാം അവിടെ ഒരു WH ക്വസ്റ്റ്യൻ ആണ് നമ്മളോട് ഫില്ല് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സോ WH ക്വസ്റ്റ്യനും ഫില്ല് ചെയ്യേണ്ടത് നിങ്ങൾ താഴെ റിപ്ലൈയിലേക്ക് നോക്കിയിട്ട് തന്നെയാണ്. ഇവിടെ നോക്കിയേ, ഐ കുഡന്റ് കംപ്ലീറ്റ് ഇറ്റ് ബിക്കോസ് ഐ വാസ് ഇൽ എന്നാണ് പറയുന്നത്. അതായത് എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം എനിക്ക് അസുഖമായിരുന്നത് കൊണ്ടാണ് എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ചോദ്യം എന്തായിരിക്കും? എന്തുകൊണ്ടാണ് നീ ഇത് കംപ്ലീറ്റ് ചെയ്യാത്തത് എന്നായിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഒരു ഫോർമാറ്റ് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഒരു WH ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് പഠിക്കാം. ഒന്നാമതായിട്ട് നിങ്ങൾ ഇതിന്റെ ഉത്തരം എഴുതേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടാക്കിയെടുക്കേണ്ടത് അതിന്റെ തൊട്ട് താഴെയുള്ള റിപ്ലൈ തന്നെയാണ്. നമ്മൾ നോക്കുന്ന സമയത്ത് അവിടെ സ്റ്റുഡന്റ് റിപ്ലൈ ആയിട്ട് പറയുന്നത് ഐ കുഡന്റ് കംപ്ലീറ്റ് ഇറ്റ് ബിക്കോസ് ഐ വാസ് ഇൽ എന്നാണ്. എനിക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതിരുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് എനിക്ക് അസുഖമായിരുന്നത് കൊണ്ടാണ്, ഇല്ല ആയതുകൊണ്ടാണ് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പോൾ ചോദ്യം എന്തായിരിക്കും? ചോദ്യം എന്തുകൊണ്ട് നീ അത് ചെയ്തില്ല എന്നുള്ളതായിരിക്കും ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ, അതായത് ഒരു WH ക്വസ്റ്റ്യൻ ഉണ്ടാക്കേണ്ടതിൻ്റെ സ്ട്രക്ചറാണ് ഞാനിവിടെ പറയുന്നത്. ആദ്യം നിങ്ങൾ കൊടുക്കേണ്ടത് അതിൻ്റെ ക്വസ്റ്റ്യൻ വേർഡാണ്. ക്വസ്റ്റ്യൻ വേർഡ് എന്ന് വെച്ചാൽ വാട്ട്, വെയർ, വെൻ, വൈ, വെയർ,
ഹൗ ലോങ്, ഹൗ ഫാർ എന്നൊക്കെ പറയുന്ന W വെച്ചിട്ട് അല്ലെങ്കിൽ H വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ വേർഡുകളാണ് നിങ്ങൾ ആദ്യം കൊടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ എസ് ഓർ നോ ക്വസ്റ്റ്യനിലൊക്കെ ചെയ്ത പോലെ തന്നെ ഓക്സിലറി വെർബാണ് രണ്ടാമതായിട്ട് കൊടുക്കേണ്ടത്, മൂന്നാമതായിട്ട് സബ്ജക്റ്റ്, നാലാമതായിട്ട് വേർബ്. ചില കേസുകളിൽ നമുക്ക് എന്ത് കാണാൻ പറ്റില്ല, വേർബ് കാണാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ വേർബ് ചില കേസുകളിൽ ഉണ്ടാവാറില്ല, പക്ഷേ ഈ മൂന്നെണ്ണം എന്തായാലും അതിലുണ്ടാവും. ക്വസ്റ്റ്യൻ വേർഡ്, ഓക്സിലറി വെർബ്, സബ്ജക്റ്റ് എന്തായാലും ഉണ്ടാവും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ വാട്ട് ആർ യു ഡൂയിങ് എന്ന് പറയുന്നിടത്തുള്ള വാട്ട് ആണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ വേർഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആർ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഓക്സിലറി വെർബ്, യു എന്ന് പറയുന്നതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്, ഡൂയിങ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ വേർബ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേർ ഡു യു ലിവ് എന്ന് പറയുന്നിടത്ത് വേർ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ വേർഡ് ആണ്, ഡു എന്ന് പറയുന്നിടത്ത് ഇവിടുത്തെ ഓക്സിലറി വെർബാണ്, യു എന്ന് പറയുന്നത് ഇവിടുത്തെ സബ്ജക്റ്റ് ആണ്, ലിവ് എന്ന് പറയുന്നത് ഇവിടുത്തെ വേർബാണ്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ, WH ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ഫോർമാറ്റ് ഇങ്ങനെയായിരിക്കണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിവിടെ ക്വസ്റ്റ്യൻ ഫില്ല് ചെയ്യുക. എന്തുകൊണ്ട് നീ അത് കംപ്ലീറ്റ് ചെയ്തില്ല എന്നുള്ളതാണ് നമുക്ക് അവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് പാസ്റ്റ് ടെൻസിലാണ് പറയുന്നത്, എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് എന്ന് പറയുന്നതിന് നമ്മൾ യൂസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ വേർഡ് എന്ന് പറയുന്നത് വൈ ആണ്. വൈ. ഇനി ഇത് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് നമുക്ക് ഡിഡ് യൂസ് ചെയ്യണം ഓക്സിലറി വേർബായിട്ട്. സോ വൈ ഡിഡൻറ്റ്, എന്തുകൊണ്ട് ചെയ്തില്ല എന്നല്ല, അതുകൊണ്ടാണ് നമ്മൾ ഡിഡൻറ്റ് എന്ന് പറയാനുള്ള കാരണം. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റ് നോക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാം ഐ എന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഞാൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ചോദ്യത്തിൽ നീ എന്നായിരിക്കും, നീ എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ളത്. അപ്പോൾ വൈ ഡിഡൻറ്റ് യു. ഇനി വേർബ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് താഴെ കാണാം അവിടെ കംപ്ലീറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിന് മുകളിലേക്ക് എടുത്ത് എഴുതിയാൽ മതി, വൈ ഡിഡൻറ്റ് യു കംപ്ലീറ്റഡ് എന്നുള്ളതായിരിക്കും നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, വൈ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ വേർഡ്, ഡിഡൻറ്റ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഓക്സിലറി വെർബ്, യു എന്ന് പറയുന്നതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്, കംപ്ലീറ്റ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ വേർബ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ WH ക്വസ്റ്റ്യൻസ് ഫില്ല് ചെയ്യേണ്ടതിൻ്റെ ഫോർമാറ്റ്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്നുള്ളതും WH ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്നുള്ളതും നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫോർമാറ്റ് എന്താണെന്നുള്ളതും പഠിച്ചിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. ഈ ഒരു ഫോർമാറ്റും താഴെ റിപ്ലൈയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എടുക്കുക മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഡയലോഗ് കംപ്ലീഷൻ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 5 മാർക്കിൻ്റെ ചോദ്യം ഇവിടെ തീരുന്നില്ല. അപ്പോൾ നമ്മളൊരു 3 മാർക്കേ ആയിട്ടുള്ളൂ. നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് പഠിച്ചു, 2 ടൈപ്പ് ചോദ്യങ്ങൾ പഠിച്ചു, 3 മാർക്കേ ആയിട്ടുള്ളൂ. ഇനിയും ഒരു 2-3 മാർക്കിനുള്ള കാര്യങ്ങളൂടെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ വരുന്ന വീഡിയോകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോഴേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക, ഒരു ലൈക്ക് അടിക്കുക, നിങ്ങൾ പരമാവധി ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.